കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക സമരം നടന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും പോഷക സംഘടനകളും എവിടെയായിരുന്നു? പ്രിയമുള്ളവരെ, പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക സമരം നടത്തിയപ്പോൾ അധികാരത്തിന്റെ അപകർഷണങ്ങൾ നുനഞ്ഞുകൊണ്ട് കർഷക സമരത്തിനെതിരെ മുഖം തിരിഞ്ഞു നിന്ന രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും പോഷക സംഘടനകളും എന്തെടുക്കുകയായിരുന്നു? ദുരിതപർവങ്ങളേറുന്ന കർഷകൻ പതിരുതിരയുന്നു, പതിയേയുണരുന്നു. മണ്ണിൽ നിന്നും ജനിച്ചവർ കർഷകർ, മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകർ, മണ്ണടരിൽ ലയിച്ചു തീരും വരെ മണ്ണിനായി പൊരുതി മരിച്ചിടും. മണ്ണിൽ നിന്നും ജനിച്ചവർ കർഷകർ, മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകർ, മണ്ണടരിൽ ലയിച്ചു തീരും വരെ മണ്ണിനായി പൊരുതി മരിച്ചിടും. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരെ, പാലക്കാട് മണ്ഡലത്തിന് കർഷകരുണ്ടോ എന്ന് തന്നെ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ പാലക്കാട് മണ്ഡലം കർഷകർ കുറവുള്ള മണ്ഡലമാണ്. എന്നിരുന്നാലും പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് രഘു മാത്തൂർ ഇവിടെ മത്സരിക്കുന്നത്. കാരണം പാലക്കാട് നിയോജക മണ്ഡലത്തിലും പാലക്കാട് ജില്ലയിലും പല വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് വാത്തോരാതെ ഇവിടെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് പല സ്ഥാനാർത്ഥികൾ തെക്കോട്ടും വടക്കോട്ടും പോകുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ജനതയ്ക്ക് അന്നമൂട്ടുവാൻ വേണ്ടി മണ്ണിനോട് മല്ലടിച്ച് അഹോരാത്രം ജോലി ചെയ്യുന്ന കർഷകൻ ഇവിടെ മത്സരിക്കേണ്ടി വന്നത് വളരെയേറെ വിഷമത്തോടും ദുഃഖത്തോടും കൂടിയാണ്. കാരണം ഒരു കർഷകൻ ആദ്യകാലങ്ങളിൽ ഒരു ജിമ്മിയായിരുന്നു. എന്നാൽ ഇന്ന് കർഷകൻ എന്ന് പറഞ്ഞാൽ പിച്ച മേടിക്കുന്ന പിച്ചക്കാരനേക്കാൾ മോശമാണ് ഒരു കർഷകന്റെ അവസ്ഥ. ഇത് മനസ്സിലാക്കി കർഷകന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജില്ലയിലെ ഒരു MLA-യും പാലക്കാട് ജില്ലയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തിന് 2 മന്ത്രിമാരുണ്ടായിട്ടും കർഷകന്റെ കഞ്ഞി ഇന്നും കുമ്പിളിലാണ്. കർഷകന്റെ കാര്യത്തിൽ ഇടപെടാത്ത ഒരു ഗവൺമെന്റാണ് ഈ കാലമത്രയും ഈ കേരളം ഭരിച്ചത്. കേരളത്തിലെ നെൽകർഷകർക്കുണ്ടാകുന്ന ദുരിതവും ദുഃഖവും അറിയാത്ത ഒരു ഭരണമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ ഇവിടെ ഭരിച്ചു മുടിച്ചത്. ഈ 10 വർഷക്കാലം കർഷകന്റെ കഞ്ഞി അതും കുമ്പിളിലായതുകൊണ്ടാണ് ഇന്ന് കർഷകൻ മത്സരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. കാരണം ഇവിടുത്തെ നെൽകർഷകൻ 1 ഏക്കർ ഭൂമി വിളവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 50,000 രൂപയുടെ ചെലവാണ് ഒരു നെൽകർഷകന് 1 ഏക്കർ ഭൂമി കൃഷി ചെയ്യാൻ ചെലവ് വരുന്നത്. ലാഭമോ 20,000 രൂപ ലാഭത്തിന് വേണ്ടിയാണ് ഈ കർഷകൻ 1 ഏക്കർ ഭൂമി കൃഷി ചെയ്യുന്നത്. എന്നാൽ ഈ 70,000 രൂപ പോലും നേരാമണ്ണം കിട്ടാത്തൊരു സാഹചര്യത്തിലാണ്
കർഷകൻ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം. കേന്ദ്ര ഗവൺമെന്റ് 22 രൂപ 50 പൈസ കൊടുക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് 8 രൂപ 20 പൈസയും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൂട്ടിക്കിഴിച്ചാൽ ഏകദേശം 29 രൂപയോളം വരും. ആ 29 രൂപ കൊടുത്ത് നെല്ല് ശേഖരിക്കുവാൻ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മില്ല് ഉടമക്കാരോ അതിന് തയ്യാറാവുന്നുമില്ല. കാരണം എന്തേ? കർഷകന്റെ നെല്ല് വില കുറച്ച് മേടിച്ച് കർഷകനെ ഇന്നും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുവാൻ വേണ്ടി മില്ലുടമകൾ മുന്നോട്ട് വരുന്നു. മില്ലുടമകൾ മുന്നോട്ട് വരുന്നതിന് കാരണം എന്താണ്? ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയമാണ്. ആ നയത്തിനെതിരെയാണ് ഇന്ന് ഈ കർഷകൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 12 മണ്ഡലങ്ങൾക്ക് വേണ്ടി പ്രതിനിധാനം ചെയ്തുകൊണ്ട് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ റബ്ബർ കർഷകന് ന്യായമായ വില ലഭിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പല ആനുകൂല്യങ്ങൾ ലോകസഭയിൽ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇവിടെ നടപ്പാകുന്നില്ല. റബ്ബർ കർഷകർ ജില്ലയിലെ 7000 ഹെക്ടർ ഭൂമിയോളം റബ്ബർ കൃഷി ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ജില്ലയിലെ അവസ്ഥ. റബ്ബർ കർഷകന് ന്യായമായ വില ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ക്ഷീരകർഷകന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ കൃഷ്ണൻകുട്ടി മന്ത്രി ക്ഷീരകർഷകന് വേണ്ടി വാത്തോരാതെ പറയുന്നുണ്ടെങ്കിലും പാല് ചുരത്തണമെന്നുണ്ടെങ്കിൽ കർഷകൻ കഴിയണം. കർഷകൻ 24 മണിക്കൂറും ജോലി ചെയ്യണം. എന്നാലേ പശു പാല് ചുരത്തുള്ളൂ. കൃഷ്ണൻകുട്ടി ചുരത്തില്ല. കാരണം കൃഷ്ണൻകുട്ടിയുടെ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നടപ്പായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വനമേഖലയിൽ താമസിക്കുന്ന മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. വന്യമൃഗത്തിന് കൊടുക്കുന്ന സംരക്ഷണം പോലും ഇന്ന് കർഷകന് കൊടുക്കുന്നില്ല. എന്തേ? വന്യമൃഗത്തിന് കൊടുക്കുന്ന സംരക്ഷണം പോലും ഇന്ന് കർഷകന് കൊടുക്കുന്നില്ല. കർഷകന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് ഈ കേരളം ഭരിക്കുന്നത്. വനമേഖല താമസിക്കുന്ന കർഷകന്റെ ജീവന്റെ വില എന്താണെന്ന് ചോദിച്ചാൽ 10 ലക്ഷം രൂപയാണ് ഒരു കർഷകന്റെ ജീവന് കൊടുക്കുന്ന വില. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു കർഷകന്റെ ജീവന്റെ വില എന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപയായിരുന്നു. അത് സമരം ചെയ്ത് 10 ലക്ഷം രൂപയാക്കി മാറ്റി. ഈ പണം പോലും ജില്ലയിൽ കിട്ടാത്ത കർഷകരുണ്ട്. മേലേക്ക് അമർത്തി പിടിച്ചാൽ മതി. മേലേക്ക് അമർത്തി 10 ലക്ഷം രൂപ പോലും കിട്ടാത്ത കർഷകർ ഇന്ന് ജില്ലയിലുണ്ട്. കർഷകന്റെ ജീവന് വില കൽപ്പിക്കാത്ത ഒരു ഗവൺമെന്റാണ് എന്നാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം 10 ലക്ഷം രൂപയാണോ ഒരു മനുഷ്യന്റെ ജീവന്റെ വില? കേരളത്തിലെ ഒരു മന്ത്രി മരിച്ചാൽ അല്ലെങ്കിൽ ഒരു എം എൽ എ ആണ് മരണപ്പെടുകയാണെങ്കിൽ
അദ്ദേഹത്തിന് ജീവന്റെ വില എന്തായിരിക്കും? എന്നാൽ വനമേഖലയിൽ താമസിക്കുന്ന ഒരു കർഷകനെ ആനയോ കരടിയോ പുലിയോ ആക്രമിക്കുന്നതിന് മൂലം മരണപ്പെട്ടാൽ അവന്റെ ജീവന്റെ വില 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപ പോലും കൊടുക്കാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷമെന്ന് പറയുന്ന കോമരങ്ങൾ പാലക്കാട് ജില്ലയിലും കേരളത്തിലും തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നുണ്ടെങ്കിലും ഒരു മേൽഗതിയും ലഭിക്കാത്ത അവസ്ഥയിലാണ് പോകുന്നത്. കാരണം കർഷകന്റെ പല കാര്യങ്ങളും വാതോരാതെ പറയുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നടപ്പാക്കിയെടുക്കുവാൻ ആർജവമില്ലാത്ത, കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് UDF. അതുകൊണ്ട് UDFനെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായതുകൊണ്ടാണ് ഈ കർഷകൻ പാലക്കാട് നിയോജക മണ്ഡലത്തില് പ്രതിനിധാനം ചെയ്ത് മത്സരിക്കുന്നത്. ഈ പാലക്കാട് മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിലോ 42 വർഷം മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ പേരില് ആരംഭിച്ച ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളമായി മാറിയിരിക്കുന്നു. എന്തേ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP അല്ലേ? BJPക്ക് എന്തേത് ഇടപെട്ടൂടെ? 42 വർഷമായി ഈ കാണുന്ന ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന് ശാപമോക്ഷം കിട്ടിയിട്ടില്ല. 42 വർഷമായി പാലക്കാട് ജില്ലയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ഒരു പണിത ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും ഒളിത്താവളമായി മാറിയിരിക്കുന്നു. ഇതിന് പാലക്കാടിന്റെ പോലീസ് മേധാവികൾ അനുമതി കൊടുത്തിരിക്കുകയായിരിക്കും. പാലക്കാട് നഗരസഭയ്ക്ക് ഇത് ടെൻഡർ കൊടുത്തിരിക്കുകയായിരിക്കും ഇത് നടത്താൻ വേണ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 42 വർഷം മുമ്പ് ഈ കാണുന്ന ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന്റെ സ്ഥലം 52 ഏക്കർ വരുന്ന ഈ സ്ഥലം നെൽകൃഷി വിളയുന്ന ഭൂമിയായിരുന്നു. ആ ഭൂമി അക്വേസിയേഷൻ ആക്ട് പ്രകാരം പൊന്നും വില കൊടുത്ത് ഏറ്റെടുത്ത ഭൂമി ഇന്നും സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടി വിഹരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതൊന്നും ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഉയർത്തി കാണിക്കുന്നില്ല. ഇടതായാലും വലതായാലും ഇനി ഇടത്തട്ടായാലും. കാരണം ഇതിനെല്ലാം അറുതി വരുത്തുവാൻ വേണ്ടി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയായി രഘു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നം തെങ്ങുംതോപ്പാണ്. കാരണം ഇന്ന് നെൽകർഷകന് നെല്ല് കൊയ്ത് ഉണക്കിക്കഴിഞ്ഞിട്ടും ആ നെല്ല് സംഭരിക്കുവാൻ സപ്ലൈകോ തയ്യാറാകുന്നില്ല. ഈ സപ്ലൈകോ തയ്യാറാവാത്തത് കൊണ്ട് സപ്ലൈകോന്റെ മുമ്പിലെ ഓരോ കർഷകരും ഇവിടെ സമരം ചെയ്യാണ്. കർഷകർ ഓരോ വ്യക്തികൾ ഇവിടെ സമരം ഏറ്റെടുക്കാണ്. നെല്ല് കൊടുക്കാൻ മില്ലുടമ മേടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആകുമ്പോൾ കർഷകൻ സപ്ലൈകോന്റെ മുമ്പിൽ വന്നിരുന്ന് യാചിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഒരു കാര്യം ഇടത് സർക്കാരിനോട് ഞങ്ങൾ പറയുകയാണ്, ഇനി നിങ്ങൾ അധികാരത്തിലേറുവാൻ നിങ്ങൾ മോഹിക്കുന്നുണ്ടെങ്കിൽ ആ മോഹം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തൊരു ഭരണകൂടമാണ് ഈ കാലം അത്രയും 10 കൊല്ലം അത്രയും ഈ നാട് മരിച്ചു മുടിച്ചതും. അതുകൊണ്ട് സപ്ലൈകോ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെന്റിന് കഴിയുകയില്ല എന്നൊരു ഒരു ഉറപ്പം
അതൊരു വിശ്വാസമാണ് ഇന്ന് ഈ കർഷകർ മത്സരിക്കുന്നത്. കാരണം 29 രൂപ സർക്കാർ നിശ്ചയിച്ച വില പോലും കർഷകർ ലഭിക്കുന്നില്ല. മില്ലുടമയാണെങ്കിലോ 22 രൂപയ്ക്കും 21 രൂപയ്ക്കും വിലപേശി മേടിക്കുകയാണ് കർഷകനോട്. കർഷകന് 1 ഏക്കർ ഭൂമി നെൽകൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ വരുന്നുണ്ട്. ഈ 50,000 രൂപ പോലും ഇപ്പൊ കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കർഷക കുടുംബത്തെയും കർഷകരും തള്ളിവിട്ടിരിക്കുകയാണ് ഈ സർക്കാർ. പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം തെങ്ങിൻതോട്ടം, നമ്മുടെ സ്ഥാനാർത്ഥി രഘു മാത്തൂർ. അതിജീവനത്തിന്റെ വേരുകൾ ഇന്ത്യ തൻ ഹൃദയത്തിലാഴ്ന്നൊരു സമരം.